ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇതിങ്ങനെ കാറിൽ പോകുന്നത് നിങ്ങളങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എവിടേക്കാണ് പോകുന്നതെന്നറിയോ? ആക്ച്വലി എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഒരാൾ ഇരിപ്പുണ്ട്. സോ അതിൻ്റെ ഹാപ്പിനെസ്സിലാണ്. പിന്നെ കാറിൽ പോയതിൻ്റെ റീസൺ എൻ്റെ അടുത്ത് പറഞ്ഞ ടൈമിൽ നിന്ന് ഇച്ചിരി ഞാനൊന്ന് ലേറ്റായിപ്പോയി. ഇത് ഈസ്റ്ററിൻ്റെ അന്ന് ഈവനിങ് ഉണ്ടായതാട്ടോ. അതുകൊണ്ട് തന്നെ ഈസ്റ്ററിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ച് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയായിരുന്നു. സോ പറഞ്ഞ ആളെടുത്ത് കുറച്ചൊന്ന് ലേറ്റായി. അപ്പോൾ പിന്നെ കാറിലെങ്കിലും എത്തിയില്ലെങ്കിൽ ആൾ ചിലപ്പോൾ പിണങ്ങിയാലോ എന്ന് പേടിച്ചിട്ടാണ് കാറ് പിടിച്ചത്. അതർവൈസ് ഞാൻ കൂടുതലും ബസ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മെട്രോയിൽ തന്നെ ഇവിടെ വന്നിട്ട് ഞാൻ 1-2 തവണ മാത്രമാണ് കയറിയിട്ടുള്ളത്. ദേ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആ നീല ഷീറ്റ് കണ്ടില്ലേ? വളരെ റെയറായിട്ടാണ് ഇവിടെ ഇങ്ങനെ കാണുന്നതെങ്കിലും അത് കണ്ടപ്പോൾ എവിടെയോ എൻ്റെ നാടിന് എനിക്ക് മിസ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഞാൻ നമ്മുടെ പോയിന്റിലെത്തി. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല കേട്ടോ, ദേ വരുന്നുണ്ട് നമ്മുടെ കക്ഷി. വേറെ ആരുമല്ല, ഇതിനു മുന്നേ എൻ്റെ പല വീഡിയോസിലും പ്രത്യക്ഷപ്പെട്ട നമ്മുടെ സുന്ദരിക്കുട്ടി, അർമേനിയൻ ബ്യൂട്ടി ഗേൾ അന്ന. ആള് എന്നെ ഈസ്റ്ററിന് ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്തിരുന്നു. ആളുടെ ലൈഫിൽ തന്നെ ആദ്യത്തെ ലെൻറ്റാണ് ആളിപ്പം പൂർത്തീകരിച്ചത്. സോ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് ആൾക്ക്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ നാട്ടിലുണ്ടായിരുന്ന ടൈമിൽ പല പ്രാവശ്യം നമ്മുടെ നോമ്പെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യാറില്ല. പക്ഷേ ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വയസ്സിനുള്ളിൽ ആദ്യത്തെ ലെൻറ്റാണ്. സോ ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. മാത്രമല്ല ആളത് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിച്ചെന്നുള്ളതിൻ്റെ ഒരു വലിയ ഹാപ്പിനെസ്സിലാണ് കേട്ടോ. അങ്ങനെയാണ് ആൾ എൻ്റെ അടുത്ത് നമുക്കൊന്നിച്ച് പുറത്തു പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ആളെന്നെ ഇൻവൈറ്റ് ചെയ്തത് ഇന്ത്യൻ മെഹക്ക് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ്. ദാറ്റ് മീൻസ് മനസ്സിലായി കാണുമല്ലോ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഒരു അർമേനിയൻ ഗേൾ എന്നെ ഇൻവൈറ്റ് ചെയ്തത്. സത്യത്തിൽ ഞാൻ നല്ല ടെൻഷനായിരുന്നു. കാരണം നമ്മുടെ സ്പൈസി ഫുഡ് ഈ സ്വീറ്റ് ആൾക്ക് പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു. സത്യത്തിൽ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു. ബട്ട് ആൾ ഹാപ്പി ആയിരുന്നു. My dear followers, I drink the herbal tea with milk for the first time and it's good. ഇടയ്ക്കൊക്കെ ആൾ നന്നായിട്ട് എരിയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ശേഷം ഒരു മസാല ടീയും പിന്നെ കൊക്കക്കോളയും ഒക്കെ കുടിച്ചിട്ടാണ് ആളൊന്ന് ഉഷാറായത്. ബട്ട് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ അതോ ഒറിജിനലി ആൾക്ക് ഇഷ്ടപ്പെട്ടോ ഐ ഡോണ്ട് നോ. ബട്ട് ആൾ ഒത്തിരി എൻജോയ് ചെയ്തു, ഒരുപാട് ഹാപ്പി ആയിരുന്നു. ദെൻ ഞങ്ങൾ കാസ്കാഡിലോട്ടായിരുന്നു പോയത്, എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഇൻ അർമേനിയ. ആക്ച്വലി ഞാൻ അന്ന് ഒരു രാവിലെയായിരുന്നു വന്നത്. ആ ടൈമിൽ ഞാൻ വിചാരിച്ചു മേ ബി നൈറ്റ് വരുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു രാവിലെയാണ് കുറച്ചുകൂടെ നല്ലതെന്ന്. ഒരു ഈവനിങ് ടൈം ഈസ് ബെറ്റർ ഇൻ കാസ്കാഡ്. ബട്ട് ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വരുന്ന വഴി ഇങ്ങനൊരു ഇത് കണ്ടു, ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു.